കടന്നു വന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. For everyone who's come here, I want to give a heartfelt thank you. ഒരുമിച്ച് ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. I'm very glad that you're all here. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ നടുവിലേക്ക് വരാനും ഒരുമിച്ചായിരിക്കാനും കർത്താവ് സഹായിച്ചു. God has enabled me to come and be with you again one more time. പാസ്റ്ററോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. I want to thank Pastor and his family. ഇന്ന് ഈ ഡ്രസ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. I really like this outfit. ആമേൻ. Amen. നാളെ ഞങ്ങൾ ഇന്ത്യക്ക് പോവുകയാണ്. Tomorrow we leave for India. 8, 9, 10 ഈ തീയതികളിൽ കേരളത്തിലെ നമ്മുടെ മിലേക്ക് പ്രയർ മൗണ്ടനിൽ വെച്ച് 700 പേര് രജിസ്റ്റർ ചെയ്ത ഒരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്. On the 8th, 9th and 10th of September, back in Kerala, in the Melek Prayer Tower, the ministry that I run, 700 people have registered for a meeting. ഞാൻ ഇന്നലെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു തോന്നൽ തന്നു, കാനഡയിൽ 1000 പേരെ വെച്ചൊരു മീറ്റിംഗ് നടത്തണം. Yesterday when I was praying about that meeting, the Lord put a thought in my heart, a desire in my heart that there should be a meeting with 1,000 people at least right here in Canada. ഞാൻ ആ കാര്യമെല്ലാം ഷീല പാസ്റ്റർ ഏൽപ്പിക്കുകയാണ്, പാസ്റ്റർ പീറ്റർ ദുരെ ഏൽപ്പിക്കുകയാണ്. ഞാൻ അതിലൊരു ഡേറ്റ് പറയും, നിങ്ങളെല്ലാം അതിൽ സഹകരിക്കണം. I'm going to entrust that meeting to Pastor Peter and Pastor Sheila, and I will set a date and I will let you guys know, and I'm hoping that all of you will be able to attend it. ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ ഒരുപാട് പാസ്റ്റേഴ്സ്, പ്രോഫറ്റസ് ഇങ്ങനെയുള്ളവരെല്ലാം ധാരാളം സുവിശേഷ വേലക്കാരും ഒക്കെ എഴുന്നേൽക്കാൻ ഇടയാകുന്നു. In these kind of meetings, the atmosphere is ripe for to raise up pastors and prophets and apostles and all those kinds of ministers of the Lord. വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. Great transformations and changes happen in those meetings. നിങ്ങളെല്ലാം അതിനുവേണ്ടി വളരെ പ്രാർത്ഥിക്കണം. വളരെ നെക്സ്റ്റ് ഇയറിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ആ വെക്കേഷൻ സമ്മർ സീസണിൽ അത് വെക്കാൻ ആഗ്രഹിക്കുന്നു. You should all pray much for that meeting, and if the Lord tarries and he doesn't return by then, next summer we hope to have that meeting here. ഒക്ടോബർ മാസം 7, 8, 9 വിയറ്റ്നാമിൽ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ട്. In October 7th, 8th and 9th there's such a meeting in Vietnam. അതുപോലെ 16, 17, 18 ബ്രൂണൈയിൽ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ട്. And the 16th, 17th and 18th there's a meeting, similar meeting in Brunei. 20th മുതൽ 23rd വരെ ജക്കാർത്തയിൽ ഇതുപോലൊരു മീറ്റിംഗ് ഉണ്ട്. And 20th to the 23rd same kind of meeting is happening in Jakarta. നിങ്ങൾ ഈ മീറ്റിങ്ങിനെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. Please keep these meetings in your mind and pray for it. ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഞാൻ പാസ്റ്ററുടെ ഒരു കസിനെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരു മീറ്റിങ്ങിന് പോയിരുന്നു. ഞാൻ ആ പേര് മറന്നുപോയി അദ്ദേഹത്തിൻ്റെ. അവിടെ വെച്ച് അവൻ്റെ ഡയറക്ടർ JV പീറ്റർ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ഡിന്നറിനിരിക്കുമ്പോൾ അവരെല്ലാം വന്ന് അവരെ കണ്ട് ഇപ്പോൾ ഇവിടെ നിന്നപ്പോഴാണ് അത് ഓർത്തത്. I want to thank you all for the love and affection that you guys have showered on me and my family. And also I just remembered that one of Pastor Peter's relatives back in Vellore, CMC Vellore, I met, and he's the director of CMC, and we had meeting. We met in his house, and I only remembered it now. അവിടെ 70-ലധികം ഡോക്ടേഴ്സ് മാത്രം അറ്റൻഡ് ചെയ്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. It was a meeting where just over 70 doctors attended. വലിയ ദൈവസാന്നിധ്യം പകരപ്പെടുവാനിടയായി. In that meeting there was a great presence of the Lord. കർത്താവ് എനിക്ക് തന്ന വലിയൊരു ദർശനമാണ് ചർച്ചുകൾ സ്ഥാപിക്കുക, അതുപോലെ ഒരു പ്രാർത്ഥനാ ഗോപുരം നിർമ്മിക്കുക എന്നുള്ളതായി. God has given me a great vision to establish churches and to develop prayer groups and meetings. ആമേൻ. ഇന്നും ഈ സഭയ്ക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. I want you to know that we pray continuously in the prayer towers for this ഒരു church. വലിയ ഉണർവിലേക്ക് നമ്മളെ കൊണ്ടുപോകും. Prayer is what brings us to a great awakening. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രാർത്ഥന. The most important thing in all our lives is prayer. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച
ഡ്രീം എന്നുള്ള വിഷയത്തെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. So last week I spoke to you about dreams, and this week I want to continue on that topic. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 39 വാക്യം. Genesis chapter 41 verse 39. verse 39. പിന്നെ ഫറവോൻ ജോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവുമുള്ളവൻ ഒരുത്തനുമില്ല, നീ എൻ്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. So Genesis chapter 41 verse 39 says, Then Pharaoh said to Joseph, Since God has made all this known to you, there is no one so discerning and wise as you. You shall be in charge of my palace, and all my people are to submit to your orders. ജോസഫിൻ്റെ ജീവിതത്തിലെ ദൈവം കാണിച്ച ഒരു സ്വപ്നം, ഒരു ഡ്രീമാണ് അവനെ ഒരു വലിയ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനിടയായത്. In Joseph's life, it was the dream that God gave him that raised him up to a high position in life. നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ദൈവം തന്ന ഡ്രീം നിങ്ങളുടെ ഡ്രീമായി ഏറ്റെടുക്കണം. Okay, so in your life, the moment you receive a dream from God, you should adopt it as your own dream. നിങ്ങൾ കണ്ട ഡ്രീമിന് എതിരെ ഒരുപാട് ഡ്രീം കില്ലേഴ്സ് എഴുന്നേൽക്കും. And the dreams that God gives you and that you have, it will always cause a lot of dream killers to rise up against it. എന്നാൽ ഈ ഡ്രീം കില്ലേഴ്സിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. But you know from last Sunday that these dream killers cannot do anything to us. ജനസിസ് ചാപ്റ്റർ 49 വേഴ്സ് 22 പറയുന്നു, Genesis- ജോസഫ് ഒരു ഫ്രൂട്ട്ഫുൾ ട്രീ ആണെന്ന് പറയുന്നു. Genesis chapter 49 verse 22 says that Joseph is like a fruitful vine. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും ഓരോ ജോസഫാണ്. And today I want to declare to you that each of you are a Joseph. ആമേൻ. നിങ്ങൾക്കെതിരെ വരുന്ന ഓരോ അമ്പുകളും ഓരോ വെപ്പണുകളും നിങ്ങളെ ഒരു ഉന്നത നിലയിൽ എത്തിക്കാൻ പോകുകയാണ്. So I want to say that every weapon that comes against you, every arrow and bow that is aimed against you will only cause you to go higher in the Lord. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നേരെ ചില ആരോസ് വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ പ്രമോഷൻ വലുതാകാൻ പോവുകയാണ്. So whenever you find that there are arrows coming against you, you must immediately remember that you are set up for a promotion. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ ആളുമായിട്ട് ഓട്ടോവായിലുള്ളതാണ്. അദ്ദേഹം ഇവിടുത്തുകാരനാണ്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഫോണിൽ പ്രാർത്ഥിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് നേരെ ആരോസ് എപ്പോഴും വരാറുണ്ടെന്ന്. So last week I was praying for a politician, a local politician here, and I was he's from Ottawa. I was praying on the phone and someone was translating for him, and then he told me that there are many arrows that are coming against him. ഞാൻ പറഞ്ഞു, ഓരോ ആരോസും നിന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. And I told him that each arrow will only promote you higher and higher. നമ്മുടെ ലൈഫിൽ പല പ്രതിബന്ധങ്ങളിലൂടെ പോയി കിട്ടുന്നതിന് ടേസ്റ്റ് കൂടുതലാണ്. In our life, all the difficulties that we go through, the oppositions that we go through, അങ്ങനെ കിട്ടുന്നത് വളരെ it's a unique, unusual experience. It's a good experience for us. ഹല്ലേലൂയ. അത് വളരെ മാധുര്യമാണ്. It's very sweet. അത് നമ്മൾ നഷ്ടമാക്കത്തില്ല. Don't waste that opportunity. വളരെ വില കൊടുത്ത് എനിക്ക് കിട്ടിയതാണ്. It's very valuable to us. എന്നാൽ ചുമ്മാതെ എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ അത്ര മൈൻഡ് ചെയ്യത്തില്ല. എന്നാൽ കഷ്ടതയിലൂടെ കിട്ടുന്നതിന് വളരെ അത് വാല്യുബിൾ ആണ്. See, when we get things very easily, we don't value it. But when we attain things by going through hard times and difficult times, that has high value. ഒരു ഡ്രീം നമ്മെ കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പർപ്പസ് ഉണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ആ ഡ്രീം നമ്മളെ കൊണ്ടെത്തിക്കുന്നു. So whenever God gives a dream, there is a plan of God behind it, there is a purpose of God behind it, and that dream will eventually take us to our final destiny. ആമേൻ. ഇത് തന്നത് മനുഷ്യനല്ല, പിശാചല്ല, സ്വർഗത്തിലെ ദൈവമാണ് നമുക്ക് ഈ ഡ്രീം തന്നത്.
This dream is not something that human beings gave us or the devil gave us, but it is the Lord of heaven who gave us this dream. കഴിഞ്ഞ പ്രാവശ്യം വായിച്ച വാക്യത്തിനകത്ത് ഞാൻ ഡ്രീം കില്ലർ എന്നാണ് കൊടുത്തിരുന്നത്. ഇപ്പം വായിച്ച വാക്യത്തിനകത്ത് ദൈവത്തിൻ്റെ ഗോഡ്സ് ഫേവർ എന്നാണ് ഞാൻ കൊടുക്കുന്നത്. So last week the title of my message was Dream Killers. And this week I want to continue, and the title for this week is The Favor of God. ഞാൻ ഈ മിനിസ്ട്രിയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. Before I stepped into ministry, I used to have a lot of problems. എനിക്കൊരു ബസ് ആക്സിഡന്റ് ഉണ്ടായി. I had a bus accident. ഒരു സ്നേക്ക് കടിച്ചു. A snake bit me once. ഒരു സൈക്കിൾ ആക്സിഡന്റ് ഉണ്ടായി. I had a accident in the cycle. Lot of problems. Lots of problems I had. എല്ലാവരും പറഞ്ഞു ഇവൻ എന്തോ മരിക്കാൻ പോവുകയാണ്. So everyone said and expected that this guy is going to die. ഒരു പ്രോഫറ്റസ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഈ പ്രശ്നങ്ങളെല്ലാം നിന്നെ മിഷൻ ഫീൽഡിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. One time a prophetess prophesied to me and said, all these problems that you're encountering is going to thrust you into your mission field. ഇപ്പൊ ഞാൻ ഓരോരുത്തർക്കും പ്രസംഗിക്കുമ്പോൾ ഓർക്കും അന്ന് ഇതെല്ലാം വന്നത് എന്നെ ഈ സ്റ്റേജിൽ കൊണ്ടുവരാൻ വേണ്ടിയായി. So now whenever I pray, I preach from different platforms, I realize that all those things that happened to me was to help me to arrive where I am today. നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടരുത്, അധൈര്യപ്പെടരുത്. ഈ പ്രശ്നങ്ങളുടെ മുൻപിൽ ഓവർകം ചെയ്യാനുള്ള ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി തരും. So when you see problems and when you see difficulties that confront you, don't be discouraged, don't be fearful. Remember that there is an anointing to overcome these things from heaven for you. Hallelujah. ഇന്ന് പകൽ God's favor, ദൈവത്തിന്റെ favor ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. This morning the favor of God is going to be revealed in your life. ഇതുവരെ നിങ്ങൾ പല ചലഞ്ചസിലൂടെ കടന്നുപോയി. You have gone through many challenges up to now. എന്നാൽ ഇന്ന് പകൽ ആ ചലഞ്ചസ് നിങ്ങളുടെ കാലിന്റെ കീഴിലാകാൻ പോകുന്നു. അതിനെ ചവിട്ടി മെതിക്കേണ്ടത് ആവശ്യമാണ്. But this morning every challenge that you face will be under your feet, and you need to rise up and stomp it under your feet. Hallelujah, hallelujah. Hallelujah. 3 മാസം മുമ്പ് ഒരു സഹോദരൻ എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നു. 3 months ago a certain brother came to me for prayer. അദ്ദേഹം പറഞ്ഞു ഞാൻ പാസ്റ്ററെ അടുത്തൂടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാന്ന്. He said, Pastor, I've come to you for prayer, and after prayer I'm going to go and commit suicide. ഞാൻ ഉടനെ പറഞ്ഞു നീ ഇവിടെ വരണ്ടായിരുന്നു, അതായിരുന്നു നിനക്ക് നല്ലത്. So I told him, then why did you bother coming here? You could have gone straight and done that. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. And then I prayed for him. പ്രാർത്ഥിച്ചപ്പോൾ അവനിൽ ഉണ്ടായിരുന്ന ഒരു ദുരാത്മാവ് അവനെ വിട്ടുപോയി. And as I prayed, an evil spirit left him. അവനിൽ ഈ ഒരു സ്പിരിറ്റ് അവനെ കൊണ്ടു നടക്കുകയായി. There was this evil spirit that was carrying him അവന്റെ around. മുഖമെല്ലാം ചേഞ്ച് ചെയ്തു. His entire face was changed. അവൻ ഒരു 3 വലിയ പ്രശ്നം ഫേസ് ചെയ്യുകയാണ്. He was facing 3 huge problems. ഒന്ന് ഫിനാൻസിന്റെ വലിയ പ്രോബ്ലം. One was financial difficulty. 2 അവന്റെ ഫാമിലി ലൈഫിലുള്ള പ്രോബ്ലം. Second was problems in his family life. 3 അവന് ജനിച്ച ഒരു കുഞ്ഞ് സംസാരിക്കുകയില്ല, അതിന്റെ തല വളർന്നുകൊണ്ടിരിക്കുകയാണ്. Third was he had a baby that was born to him who could not speak, and his head kept growing. അവൻ എവിടെ നോക്കിയാലും ഒരു പീസ്ഫുൾ ലൈഫ് അല്ല, അത് ദൈവത്തിന്റെ ഫേവർ ഇല്ല, ഇങ്ങനെ അവൻ ആകെ തകർന്നിരിക്കുകയാണ്. And everywhere he turned there was no peace, and the favor of God was not upon him, and he was completely discouraged. അന്നവൻ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ After prayer that day, when he went back home, ഒരേ കിടപ്പ് കിടക്കുന്ന കുഞ്ഞ് കമന്നു വീഴാൻ തുടങ്ങി. his child, who was just still in one position, started turning and moving. ചെറുതായി നോർമൽ സ്റ്റേജിലേക്ക് വന്നു. Now the child's head started shrinking and came back to the normal size. അവനും അവന്റെ ഭാര്യയും ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. തിരിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ അവൻ കെട്ടിപ്പിടിച്ച് ഒരു ഹഗ് കൊടുത്തു, അവരുടെ എല്ലാ പ്രശ്നവും പോയി. So he and his wife were having marital problems, but when he went home he hugged his wife and gave her a kiss, and then every problem was solved. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ ഫാദറിലോ
വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുണ്ട്, ആ കടമെല്ലാം ഞാൻ വീട്ടിയേക്കാമെന്ന് പറഞ്ഞു. 2 days later, his father-in-law called him and said, how much debt do you have? Tell me, and I'm going to pay up all your debts. അവന് 18 lakhs ഇന്ത്യൻ റുപ്പീസ് ഉണ്ടായിരുന്നു. അത് മുഴുവനും ആ ഫാദറിലോ കടം വീട്ടി. He had 18 lakhs of Indian rupees as debt, and his ഇപ്പോൾ- father-in-law paid all of it. ഇപ്പോൾ ആ ഫാമിലി എൻ്റെ കൂടെ മെലേക്കിൽ താമസിക്കുകയാണ്. Now that family is with me, living with me at the Melek prayer towers. അവരുടെ എല്ലാ പ്രോബ്ലംസും മാറി. All their problems are gone. അവൻ ഈ ചലഞ്ചസ് എല്ലാം കൂടെ വന്നപ്പോൾ ആ ബ്രദർ എടുത്ത തീരുമാനം ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളതായി. When he was encountering all these problems, the solution he thought was to commit suicide. നാം എടുക്കുന്ന പല ഡിസിഷൻസും ഇത് ദൈവത്തിന്റെ ഡിസിഷനായി മാറും. The decisions that we take should be based on God's decisions. നാം പലപ്പോഴും നമ്മുടേതായ ഒരു ഡിസിഷനും പിശാചിന്റെ ഡിസിഷനും മറ്റുള്ളവരുടെ ചില ഡിസിഷനും എടുക്കുന്നത് അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ഡിസിഷൻ എടുക്കണം. അപ്പോൾ ദൈവത്തിന്റെ ഫേവർ നമുക്ക് വേണ്ടി വെളിപ്പെടും. So often when we face difficulties, we make up our mind and take our own decisions in the flesh, or we take the decision, the plans or ideas of the devil, or we take the suggestions of other human beings. But if we take if we take the opinion of God on that problem, then the favor of God will rest upon us. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മുൻപിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുവാൻ കാരണമാകും. The dreams that God has given you has the ability to open doors that are locked before you. കർത്താവ് തുറക്കാൻ പോവുകയാണ്. God is going to open those doors. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുന്നു. God is going to open some doors for you. അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. Nobody can shut those doors. ഇന്ന് പകൽ ചലഞ്ചസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നവരായി മാറണം. This morning you will become people those who know how to escape the challenges. മുൻപിൽ നിങ്ങൾ തളർന്നു പോകരുത്. Don't become weary in front of challenges. ചലഞ്ചസിന്റെ മുൻപിൽ നിങ്ങൾ ജയാളികളായി മാറണം. In front of challenges you must be victorious people. ജോസഫിന് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. Joseph had many challenges. ആ ചലഞ്ചസ് ജോസഫ് ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചതുകൊണ്ട് ആ ചലഞ്ചസിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവൻ ആ ചലഞ്ചസിന്റെ മീതെയായിരുന്നു. So when these challenges came, because Joseph was devout and faithful to God, he held on to it, and none of those challenges could draw him back, but it just brought him closer to God. Hallelujah. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ഗോഡ്സ് ഫേവർ, ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ മേൽ ഉണ്ടാകാൻ പോകുന്നു. Remember this morning that the favor of God and the light of God is going to be on you. ദൈവ പ്രസാദം നമ്മിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, when God's presence is upon us, നമ്പർ 1, നാം കണക്ട് ചെയ്യേണ്ട എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും. the favor of God will cause you to connect up with people that you need to be connected with. ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ചിലർ പോയെന്നിരിക്കും, അതോർത്ത് പറയേണ്ട ആവശ്യമില്ല. Sometimes some people leave your life. Do not worry about that. 40 വർഷം കൊണ്ട് ഞാൻ യേശുവിനെ പ്രസംഗിക്കുക. I have been preaching Jesus for 40 years. എന്റെ കൂടെ നിന്ന പലരും പോയി. Many people who were with me left me. ഒരു ടെൻഷനും എനിക്കില്ല. I have no tensions. ഞാൻ സ്നാനപ്പെടുത്തിയവരാണ്. There are people that I've baptized. വിശ്വാസത്തിൽ കൊണ്ടുവന്നവരാണ്. There are people that I brought to the Lord. എനിക്ക് അതിനെക്കുറിച്ച് വറീസില്ല. But I'm not concerned about that. പക്ഷേ പിന്മാറി പോയാൽ എനിക്ക് വറീസ് ഉണ്ട്. I only worry if they backslide. അവര് പിന്മാറാതിരിക്കാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. So I always pray that they shouldn't backslide. ഞാൻ അവരോട് പിണങ്ങിയിരിക്കാറില്ല. Can we? Yeah. I can no. ഞാൻ അവരോട് പിണങ്ങിയിരിക്കാറില്ല. I don't get upset with those people because they left ഞാൻ me. അവരെ എവിടെ കണ്ടാലും ഞാൻ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിക്കും. Wherever I see them, the people who have left me and gone, wherever I see them, I hug them and show them love. യേശു നമ്മളെ കാൽവരി ക്രൂശിൽ പിണങ്ങിയിരിക്കാൻ പഠിപ്പിച്ചില്ല, ക്ഷമിക്കാനാ പഠിപ്പിച്ചത്. Amen. Jesus didn't teach us to stay angry with people, but to forgive people at the cross. ഞാൻ നിങ്ങളോട് റിയൽ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് കറക്റ്റ് ആൻസർ തരുമോ? If I ask you an honest question, will you give me an honest answer? നിങ്ങൾക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടോ? Are you still upset with people? ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. If you are, then you must forgive. ക്രിസ്തു വരുമ്പോഴേ നിങ്ങൾക്ക് അത് ക്ഷമിക്കാൻ പറ്റുള്ളൂ.
When Jesus comes into your life, only then you are able to forgive people. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ റിയാലിറ്റി വെളിപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ കൂടെ നാം പ്രശ്നത്തിലാകുമ്പോഴും അവസാനം വരെ നിൽക്കുന്നവരാ റിയൽ സ്നേഹിതർ. You can find out you can find out who your real friends are by knowing whoever will stay with you till the end. ആമേൻ. അല്ലാത്തവരെല്ലാം മാറിപ്പോകും. And the others are meant to leave you. Let them go. ഞാൻ സാധാരണ മീറ്റ് ചെയ്യുന്നത് വലിയ ആരോഗ്യത്തിലും പണത്തിന്റെ ഉന്നതയിലും ഇരിക്കുന്നവരോടല്ല, ഏറ്റവും താഴേക്കിടയിൽ ആര് സഹായിക്കാനില്ലാത്തവരെ ഞാൻ സാധാരണ മീറ്റ് ചെയ്യാറുണ്ട്. Usually I don't meet the rich and the famous people. I don't move among that elite crowd. I'm often moving with the poorest of the poor and the dejected ones who no one wants. എൻ്റെ സഭയിൽ ഒരു വ്യക്തിക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു. In my congregation, one brother got chicken pox. അവിടെ എല്ലാവർക്കും പ്രശ്നമായി. So everybody was concerned. ആരും പോകുന്നില്ല. No one's going to see him. ഞാൻ തീരുമാനിച്ചു അവർ എൻ്റെ മക്കളാണ്. I decided they are my children. ഞാനും എൻ്റെ വൈഫും ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ട് കൊടുത്തു. My wife and I, we prepared food and took and visited them. ഞങ്ങൾ അവിടെ ചെന്ന് അകത്ത് കയറി. We entered their house. അവരെന്നോട് പറഞ്ഞു, They told me, ഒന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കണം. They told me, lay hands on us and pray. ഞാൻ അവരെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. So I laid hands on them and prayed for them. ഇറങ്ങാൻ നേരത്തെ ആ സഹോദരനെ ഒന്ന് ഹഗ് ചെയ്തു. And before leaving the house, I hugged that brother who had the chicken pox. എല്ലാവരും പറഞ്ഞു ഇപ്പം ചിക്കൻ ബോക്സ് പിടിക്കും. Everybody warned me that you're going to get chicken pox now. ഞാൻ പറഞ്ഞു എനിക്ക് വരികയില്ല. I said, I'm not worried. കാരണം this is my son. Because this is my son. നമ്മുടെ കുഞ്ഞിനൊരു പനി വന്നാൽ നമ്മൾ എടുക്കുമോ? If our children have fever or sickness, do we carry them? നിങ്ങൾ ഓരോരുത്തരും ദൈവ മക്കളാണ്. You are all children of God. നിങ്ങളിൽ ക്രിസ്തുവിന്റെ സ്നേഹമുണ്ടാകണം. You should have the love of Christ in your hearts. നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണം. You should know how to love people. നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാകണം. We should be those people who forgive others ഈ freely. ക്രിസ്തുവിന്റെ പോളിസി നമ്മളിൽ ഉണ്ടാകണം. This policy of Christ about forgiveness should be in us. ഹല്ലേലൂയ. Hallelujah. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ ഫേവർ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം വെളിപ്പെടും. Children of God, Christ's favor is going to rest upon you and be revealed to you this year. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? Can you believe that? കർത്താവിന്റെ ഫേവർ വരാൻ പോവുകയാണ്. God's favor is going to come upon you. നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന പല തീരുമാനവും ഇന്ന് കർത്താവ് പൊളിക്കാൻ പോവാ. Many things, plans that you have set up for yourself, God is going to break it down today. കർത്താവെല്ലാം പൊളിച്ചു കളയാൻ പോവുകയാണ്. God is going to destroy your own plans. ഇന്ന് കർത്താവിനോട് പറയാമോ, എനിക്ക് എൻ്റെ പ്ലാൻ അല്ല നടക്കേണ്ടത്, അങ്ങയുടെ പ്ലാൻ എന്നിൽ നടക്കണമെന്ന് പറഞ്ഞാൽ. Can you tell the Lord today that I don't want my plans to be successful, but let your plans prosper in my life? നിങ്ങളുടെ വായി കൊണ്ടൊന്ന് പറഞ്ഞേ. Can you say it with your own mouth? Can you നിങ്ങളുടെ confess it? അടുത്തിരിക്കുന്നവരെ ഒന്ന് തട്ടി പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ അല്ല, ദൈവത്തിന്റെ പ്ലാൻ നടക്കണം. Tap someone next to you and say, let not my plan succeed, let God's plan succeed over me. ഹല്ലേലൂയ. നിങ്ങൾ വാ തുറന്നൊന്ന് പറഞ്ഞേ, കർത്താവ് അത് ചെയ്യാൻ പോകുകയാണ്. Come on, open your mouth and confess it. God will do നമ്മുടെ it. പ്ലാനിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന്റെ പ്ലാൻ നമ്മളിൽ നടക്കാൻ പോകുകയാണ്. God's plan will prosper over and above our own plans. ഹല്ലേലൂയ. Hallelujah. ആമേൻ. ജോസഫിന്റെ മേൽ ആമേൻ ഫറവോന്റെ ഫേവർ ഉണ്ടായി. So Joseph received favor from Pharaoh. നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ, If you and I are children of God, അധികാരികളിൽ നിന്ന് നിങ്ങൾക്ക് ഫേവർ ഉണ്ടാകും. people from high places and authorities, you will receive favor from them. നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവം തന്നിരിക്കുന്ന അനോയിന്റിങ്, അഭിഷേകം എന്ന് പറയുന്നത് ചെറുതല്ല, അത് വലുതാണ്. അത് രാജാക്കന്മാരുടെ അടുത്ത് കൊണ്ടുപോകുന്നതാണ്, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നതാണ്. ആ കാര്യം നാം മറന്നു പോകരുത്. The anointing that is upon you is not an ordinary anointing. It is an anointing from above that will take you in the presence of kings and princes and also cause you to anoint kings and people. ജോസഫിന്റെ സഹോദരന്മാർക്ക് ജോസഫിന് ഒരു പേടിയുണ്ടായിരുന്നു, നമ്മുടെ അപ്പം മരിച്ചു പോകുന്നു, ഇനി ഇവൻ പ്രതികാരം ചെയ്യുമോ?
Joseph's brothers were actually afraid of him, that when our father dies, this guy who is in a high position now might take revenge on us. ജോസഫ് പറഞ്ഞു, ഞാൻ ഒരു ദോഷവും ചെയ്യില്ല. But Joseph reassured them that I'm not going to harm you. അതാണ് ഫ്രൂട്ട്ഫുൾ ട്രീയുടെ പ്രത്യേകത. That is the specialty of a fruitful tree. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താണ്? What is the unique thing about your life? വഴക്കുണ്ടാക്കുന്നതാണോ സ്നേഹിക്കുന്നതാണോ? Are you a person known to have fights and offenses, or are you a person known to have love in your അതോ heart? മറക്കുന്നതാണോ ക്ഷമിക്കുന്നതാണോ? Are you a person who forgives people and forgets about it? ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ഈ പ്രസംഗവും പ്രവചനവും ഒന്നല്ല, ക്ഷമിക്കപ്പെടുന്നതും സ്നേഹിക്കുന്ന ഒരു ഹൃദയമാണ് കർത്താവ് തന്നത്. You know, the greatest gift that God has given me is not about preaching, not the gift of prophecy, but the gift to love and to forgive people supernaturally. അത് ഞാനിവിടെ പറഞ്ഞത് തെറ്റാന്ന് എനിക്കറിയാം, പറയേണ്ടാത്തതാ, പക്ഷേ പറയാതിരിക്കാൻ പറ്റുകയില്ല. I probably shouldn't say this here, but I can't not say it. ഈ ക്ഷമിക്കപ്പെടാത്തത് കൊണ്ടും ആന്തരികമായ മുറിവുകൾ ഉള്ളതുകൊണ്ടും നമ്മുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു, നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുന്നു, നാം വേഗത്തിൽ രോഗിയായിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ് എല്ലാം നഷ്ടപ്പെടുന്നു, ദൈവത്തിൻ്റെ ഫേവർ നമ്മളോടുള്ളത് നടക്കാതിരിക്കുന്നു. So, because when we carry unforgiveness in our hearts and internal bitterness and grievances in our hearts, this will cause us to lose the peace of God. This will cause us to lose the favor of God on our lives. This will cause us to not reach where God wants us to go. 4 വർഷം മുമ്പ് എൻ്റെ സഭയിൽ നിന്നൊരു ഡോക്ടറും കുടുംബവും പിരിഞ്ഞുപോയി. 4 years ago, from my congregation, a particular congregation member, a doctor and his family left and went. ഞാൻ അവരുടെ വീട് വിസിറ്റ് ചെയ്തു. I visited their house. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയ സഭ നല്ലതായിരിക്കുന്നല്ലോ, അവിടെ തന്നെ നിന്നോണമെന്ന് പറഞ്ഞു. I told them, I hope that the church that you have gone to now is a good church, and please stay there and don't move out of ഞാൻ there. ചെന്നപ്പോൾ എന്നെ ഫേസ് ചെയ്യാൻ വളരെ മടിയുണ്ടായിരുന്നു. When I went there, they found it very awkward to face me. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഫേസ് ചെയ്യേണ്ട, ഞാനൊരു തെറ്റും ചെയ്തില്ല, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തില്ല, നിങ്ങൾ പോയി. I told them, you don't have to feel awkward or bad. I have not done anything wrong, and you have not done anything wrong. Let it forget. യുകെയിലായിരിക്കുമ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ തിരിച്ചു വരുവാ, ഞങ്ങളോടെല്ലാം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. So when I was in UK, the same family called me and said, Pastor, we have made a mistake. We want to come back to your congregation. തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞു. We made a mistake. ഞാൻ അവരോട് പറഞ്ഞു, വളരെ ചക്കരയുമ്മ, നിങ്ങൾ തിരിച്ചു വന്നാട്ടെന്ന് പറഞ്ഞു. I told them, lots of hugs and sweet kisses. You're welcome to come back. നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കുന്ന നല്ല ഒരു ഹൃദയം നാം ഡെവലപ്പ് ചെയ്യണം. In our lives, we should learn how to develop a heart of forgiveness. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വളരെ ദേഷ്യപ്പെടുന്ന ഒരു മനുഷ്യനായി. Before I got married, I used to be a man who used to be very short-tempered, get very angry. എനിക്ക് എൻ്റെ ഫാമിലി ലൈഫിനെ കുറിച്ച് വലിയ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. And I had a great design and plan for my family life. ഉടനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഈ കോപം എന്നിൽ നിന്ന് എടുത്തു കളയണം. So I prayed to the Lord and said, you must remove this anger from me. എനിക്ക് എൻ്റെ ഭാര്യയെ എൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കണം. I want to cherish my wife and carry her in the palm of my hand. ഞാനത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. I prayed and asked God to give me that. കല്യാണം എല്ലാം കഴിഞ്ഞപ്പോൾ Then when marriage was over, എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, my wife asked me, എന്നെ തല്ലുവോ എന്ന് ചോദിച്ചു. she asked me, will you ever hit me? ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കൈ ക്രൂശിച്ചതാണ്. I said, no, my hands have been crucified. ഒരിക്കലും തല്ലത്തില്ല. I will never raise my hand against you. ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങളുടെ ഫാമിലി ലൈഫും ഞങ്ങളുടെ സ്നേഹവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. As the days went on, our family life and our love for each other just increased and became better. നമ്മുടെ ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ സ്നേഹം എന്നുള്ളത് എക്സ്റ്റേണൽ മാത്രമല്ല, ഇന്റേണൽ ലവ് നമുക്കുണ്ടായിരിക്കണം. In our family lives, our love and affection for each other should not just be external, for the show, but also it should be genuine and internal within us. ഇവിടെ വിവാഹം കഴിച്ചവരും കഴിക്കാൻ പോകുന്നവരും നിങ്ങളുടെ ഫാമിലി ലൈഫ്
ഏറ്റവും ബെസ്റ്റ് ആക്കിക്കോണം. Here, I just want to say to you, everyone who's married and even the ones who are yet to be married, make sure that your family life is great with love. ഞാൻ എൻ്റെ പിള്ളേരുടെ കല്യാണം കഴിഞ്ഞെങ്കിലും അപ്പനാണെങ്കിലും ഞാൻ എന്നും അവർക്ക് ക്ലാസ് എടുക്കും. Now, even though my son is married and I'm the father, I still teach them and take a class for them. ഞാൻ പറഞ്ഞു കാനഡയിലെ പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ക്രിസ്ത്യൻ ലൈഫിലെ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലും ഫോളോ അപ്പ് ചെയ്യണത്. I told them that you're in Canada and the culture may be very different, I don't care, but you must still follow Christian principles in your family ഞാൻ life. പറഞ്ഞു നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോൺ നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യണം. I told them that you should be able and you should have access to each other's phones, no privacy and hiding there. അവരങ്ങനെ തന്നെ ആക്കി. They made it like that. നമ്മുടെ ലൈഫിൽ എല്ലാം ഒളിച്ചും സെപ്പറേറ്റുമായിട്ടുള്ള ജീവിതമല്ല ഗോഡ്സ് ഫാമിലി ലൈഫ് എന്ന് പറയുന്നത്. എല്ലാം ഒരു തുറന്ന മനസ്സും ആമേൻ എല്ലാം സ്നേഹിക്കുന്ന ഹൃദയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. In our Christians, in our family lives, we should not be hiding from each other, husbands and wives, our own passwords, our own this and that, but we should be having hearts that love each other freely, that forgive each other, and everything is open between us. ഞാൻ ഒരുപാട് കല്യാണം നടത്തുന്ന ഒരാളാണ്. ഈ കല്യാണം കഴിഞ്ഞാലും ഇനി വേറെ സഭയിലാണെങ്കിലും ഞാൻ വിളിച്ചത് ഫോളോ അപ്പ് ചെയ്യും. I marry a lot of people, a lot of young couples, and whether they are in my congregation or whether they are in another congregation, I make sure to call them and check and inquire how their family life is going. ഞാനൊരു കാര്യം ചോദിക്കാൻ, നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യണം. I want to ask you something. Do you enjoy your family life? You should be enjoying it. അത് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? How do you enjoy this? അത് നിങ്ങളുടെ വാക്കുകൾക്കകത്തൂടെ ആ സ്നേഹത്തെ പുറത്തു കൊണ്ടുവരണം. It must be demonstrated through your words to each other, the loving words. ചില ഫാമിലിയിൽ പുരുഷൻ ലവ് എക്സ്പ്രസ് ചെയ്തില്ല. Some families, the guys don't know how to express their love. ഭാര്യയോട് സംസാരിക്കുമ്പോൾ അധികം സംസാരിക്കത്തില്ല, വേറെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കും. All men take note. So he says when the husbands often talk to their wives, they have hardly anything to say. But when they talk to other people, they have a lot of things to talk about. ചിലർ പറയും എന്തോ പറയാനാ. Some men say, what is there to talk? ഞാനും എൻ്റെ ഭാര്യ അങ്ങോട്ട് എത്ര മണിക്കൂർ പറഞ്ഞാലും കാര്യം തീരത്തില്ല. Me and my wife, we talk for hours and we still are not finished talking. നമ്മുടെ ടൈം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയുള്ളത് നാം അത് മാറ്റിവെക്കണം. We should always set aside time for our family. ഈ ഫാമിലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ പ്ലാനാണ്. The family is actually coming from the holy heart of God. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല, തക്ക തുണയെ ദൈവം ഉണ്ടാക്കിക്കൊടുത്തു. That is why God said it is not good for man to be alone, and so he made a helpmate fitting for him. നിങ്ങളുടെ കുടുംബം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, കാരണം ഇത് ദൈവത്തിന്റെ മുൻപിൽ എടുത്ത കവനന്റ്. So make sure that you don't destroy your family, because this is a covenant that you made before God. ഹല്ലേലൂയ. ഭാര്യ ഭർത്താക്കന്മാർ വളരെ സ്നേഹവും കരുതലുമുള്ളവളായിരിക്കണം. Husband and wives should be people that have a lot of kindness and love towards each other. ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുത്താൻ പോവുകയാണ്. From today, I declare again that God's favor will be revealed to you. വിശ്വസിക്കാൻ പറ്റുമോ? Can you really believe it? ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുത്താൻ പോവുകയാണ്. That God is going to reveal His favor on your life. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ചിന്തിക്കും ഇതൊരു നരകം പോലെയാണ്. അല്ല, ഭയങ്കര സന്തോഷമാണ്. You think that life is like hell, but no, it's beautiful. It's like heaven. ആമേൻ. Amen. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ നിങ്ങളുടെ ഫാമിലി ലൈഫ് ബ്ലെസ്ഡ് ആയാൽ നിങ്ങളെ മുമ്പോട്ട് വിളിച്ച് കൈവച്ച് പ്രാർത്ഥിക്കും. From today I'm going to pray for you, for your family lives to be blessed. അതിലൂടെയാണ് വലിയ കാര്യങ്ങൾ പ്രാപിക്കാൻ കഴിയുന്നത്. Great things are going to be accomplished through that. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുമ്പോൾ When the favor of God is revealed,
കണക്ട് ചെയ്യേണ്ടവരെല്ലാം കണക്ട് ചെയ്യും. He will connect people that need to be connected with you. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ചിലരെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. Amen. Some of you are going to be connected with people. ന്യൂ കണക്ഷൻസ്. You will have new connections. ബിസിനസ് കണക്ഷൻ, Business connections, രാജ്യങ്ങളുടെ കണക്ഷൻസ്, connections among nations, പൊളിറ്റിക്കൽ കണക്ഷൻസ്, political connections, ഫിനാൻഷ്യൽ കണക്ഷൻസ്, financial connections, സ്പിരിച്വൽ കണക്ഷൻസ്, spiritual connections, ഫാമിലി ലൈഫിനുള്ള കണക്ഷൻസ്, connections for family life. ഇതെല്ലാം കർത്താവ് കണക്ട് ചെയ്യും. God will connect all this for you. ഹല്ലേലൂയ. Hallelujah. Come on. എന്നോട് ഒരു പ്രവാചകി പറഞ്ഞു, നിന്റെ ഭാര്യയുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം എസ് ആയിരിക്കും എന്നോട് പറഞ്ഞു. A prophetess had told me that your wife's name will start with S. ഒരുപാട് പ്രപ്പോസൽസ് എനിക്ക് വന്നു. ഇവിടുത്തെ എൻ്റെ കൂട്ടമല്ല, നാട്ടിൽ പേരൻസാ കല്യാണം ആലോചിക്കുന്നത്. So I had many proposals, because it's not like here where you choose your spouse. There back home, വന്ന people കല്യാണം bring എല്ലാം ഞാൻ proposals. പറയും യെസ് അല്ല എല്ലാം പറഞ്ഞു. So all the proposals that came, I kept saying it's not S, it's not S, it's not S. അവസാനം യെസ് എന്ന് പറഞ്ഞ ഒരെണ്ണം വന്നു. Finally there was a name that came with the starting S. ഞാൻ പെണ്ണിനോട് അധികം സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഇത് തന്നെ മതി. I didn't talk much with the girl. I just said, okay, this is it. I'm okay for this. This is God's plan. This is God's plan for me. ഞങ്ങൾ പോയി കണ്ടു. Then we met her. സാറ്റർഡേ കണ്ടു, തേഴ്സ്ഡേ കല്യാണമായിരുന്നു. Devame. Oh, sorry. I met her on Saturday, and then the following Thursday we got married. No problem. That's my wife right now. ഒരു ഫൈറ്റിംഗ് ഇല്ല, No fighting. ഒരു ഡിവോഴ്സും ഇല്ല. No divorce. Come on, put your hand together. ഹല്ലേലൂയ. Hallelujah. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ തലയെ കൈവച്ച് ബ്ലസ് ചെയ്യണം, ഭർത്താവിൻ്റെ തലയെ കൈവച്ച് ബ്ലസ് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് ബ്ലസ് ചെയ്യണം. From today onwards, make it a practice. Husbands, lay hands on your wife and pray for her, and wives do the same, and then together you guys lay hands on your children and pray for them. ഞാൻ ആദ്യം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചത് എൻ്റെ കോപം മാറ്റാനല്ല, എൻ്റെ ഭാര്യയെ ശരിയാക്കാനല്ല പ്രാർത്ഥിച്ചത്. When I first prayed was എൻ്റെ കോപം മാറ്റാനാ പ്രാർത്ഥിച്ചത്, അല്ലാതെ ഭാര്യയുടെ കോപം. when I got married, I prayed that God should remove my anger first. I didn't pray that God fix her first. എൻ്റെ കുറ്റം ഞാൻ കണ്ടുപിടിച്ചു. I found out my own fault. അവരവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ക്രമീകരിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ വളരെ സുഖം. So when we recognize our own mistakes and our own shortcomings and pray about it, then everything will be fixed. പിന്നെ ഇന്ന് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനുള്ളവരെ എല്ലാം ഈ വർഷം കണക്ട് ചെയ്തു തരും. I say again that this year, whoever you need to be connected to, God will connect you with them. വിശ്വസിക്കാൻ പറ്റുമോ? Can you believe that? ആ സെക്കൻഡ് റോയിലിരിക്കുന്ന ആ ബ്രദർ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. യെസ്, സെക്കൻഡ് റോ. പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു. The Holy Spirit is reminding you. നിന്റെ ജീവിതത്തിൽ ചില ഡ്രീംസ് ഉണ്ട്. There are some dreams in your life. ദൈവം അത് ഫുൾഫിൽ ചെയ്യും. God will fulfill those dreams. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ചില വലിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകും. God is planning, the Holy Spirit is planning some great things in your life these days. നിന്റെ ഡ്രീമിനെ കില്ല് ചെയ്തതോർത്ത് നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. Don't worry about the dreams that people have killed in your life. ചലഞ്ചസ് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. Don't get worried about the challenges that are confronting you. കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. God is going to turn around your life. കർത്താവ് നിനക്ക് ചില TV ചാനലുകളുമായി ബന്ധപ്പെട്ട ചില വാതിൽ തുറക്കും. God is going to connect you with some people who have TV channels and stuff, and God is going to connect you with those people and open doors there. നീ വളരെ പ്രാർത്ഥിക്കുക. Keep praying a lot. പരിശുദ്ധാത്മാവ് ഇവ എന്നൊരു പേര് കാണിക്കുക. Correct, our Bharya. The Lord is showing me someone called Eva. That's his wife, by the way. കർത്താവ് അവളിൽ ഒരു ബ്ലെസ്സിംഗ് പകരും. God will put a blessing upon her life. മോഹനൻ എന്നും കാണിക്കുന്നു. He is also showing me Mohan, which is his last name, by the way. കർത്താവ് ആ കുടുംബത്തിൽ ചില ബ്ലെസ്സിംഗ് കൽപ്പിക്കാൻ പോകും. God is going to bring some blessings in that family. ജോസഫ് ഒരു റൈറ്റ് പ്ലേസിൽ ആ ഗുഡ് ഫ്യൂച്ചറിൽ എത്താൻ ചില സീസൺ
ആമേൻ അവന്റെ മുൻപിൽ കടന്നു പോകേണ്ടതായിട്ട് വന്നു. എങ്കിലും ആ സീസണിൽ ദൈവത്തിന്റെ വലിയ ബ്ലെസ്സിങ് വന്നതുപോലെ ദൈവത്തിന്റെ ഫേവർ നിന്റെ മേൽ വെളിപ്പെടാൻ പോകും. Just like how in Joseph's life he had to go through some seasons that God took him through to arrive at where God wanted him. God is taking you through some seasons, but God's favor will be upon your life and bring you through. ദൈവത്തിന്റെ ഫേവറിന്റെ ടൈമാണ് നിന്റെ മുൻപിലുള്ളത്. This is the time of favor in your life, God's നീ favor. പ്രാർത്ഥിച്ച് ബലപ്പെടുക. Be in prayer and be encouraged through prayer. ഓ കർത്താവ് നിന്നെ ഹോണർ ചെയ്യാൻ പോകും. God is going to honor you. കർത്താവ് എന്നോട് പറയുന്നു, ഒന്ന് ജർമ്മനിയുമായിട്ടും ബ്രസീലുമായിട്ടും ആമേൻ അതുപോലെ ആ പരിശുദ്ധാത്മാവ് ഈജിപ്റ്റ് 3 രാജ്യങ്ങളുമായി കണക്ട് ചെയ്ത ചില കണക്ഷൻസ് തരാൻ പോകും. God is showing me that there will be some connections that he will take you to with Germany, Brazil and Egypt. നീ ഓട്ടോവായുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് ഏർപ്പെടും. You will be connected to Ottawa and be involved in things there. ഇത് കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുകയാണ്. God is going to fulfill this in your life. യേശുവിന്റെ നാമത്തിൽ ആ മകനെ ബ്ലെസ് ചെയ്യുക. In the name of Jesus, I bless that son. ഹോറബ കലറബ ശംധലറബ. ചില ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഏർപ്പെട്ടിരിക്കുന്ന ചില ചാനലുകാരുണ്ട്. There are some people, TV channel. There are some people who are going through some financial crisis who have some TV channels. ദൈവം ചിലരെ ബ്ലെസ് ചെയ്യാൻ പോകും. But God is going to bless them. നീ ചിലരോട് ഗോസ്പൽ ഷെയർ ചെയ്യണം. You're going to share the gospel with some of them. ആ ഗോസ്പൽ ഷെയർ ചെയ്യുമ്പോൾ And when you share the gospel, അതിലൂടെ വലിയ കാര്യങ്ങൾ നടക്കാൻ പോകും. through that great things will happen. ഇത് നിന്റെ മുൻപിൽ ന്യൂ സീസൺ, ന്യൂ ബിഗിനിങ് കർത്താവ് തുറക്കാൻ പോകുകയാണ്. Here is a new beginning and a new season that God is going to start in your life. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. In the name of Jesus, we bless you and pray എല്ലാ for you. അടഞ്ഞ വഴികളും തുറന്നു വരട്ടെ. Every door that has been closed, every pathway that is ഇപ്പോൾ closed, ഒരു open. മിറക്കിൾ സംഭവിക്കട്ടെ. Let a miracle happen right now. ഓ കർത്താവ് ഗുഡ് ഹെൽത്ത് കൊടുത്താട്ടെ. May God give you good health. സ്പിരിച്വൽ സ്ട്രെങ്ത് കൊടുക്കണമേ. Let God give you spiritual ഫിനാൻഷ്യൽ strength. സ്ട്രെങ്ത് കൊടുക്കണമേ. Financial strength. എല്ലാ അടഞ്ഞ വാതിലും തുറന്നു വരട്ടെ. Let every door that has been shut be opened before നിനക്ക് you. വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. God says, I've kept a door open for അതാർക്കും you. അടയ്ക്കുവാൻ കഴിയുകയില്ല. No one can shut that door. അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. No one can shut that door. ദൈവത്തിന്റെ ഫേവർ നിന്നോട് വെളിപ്പെട്ടു വരും. God's favor is going to be shown on you. യേശുവിൻ നാമത്തിൽ. In the name of Jesus. ഇത് കർത്താവിന്റെ ഒരു കാലമാണ്. This is the season of God. ഒരു സീസൺ വെളിപ്പെടാൻ പോകുന്നു. God is going to reveal a season. ഹല്ലേലൂയ. Hallelujah. അടുത്തിരിക്കുന്നവരോട് പറ, നിന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ പോകുന്നു. Tap someone next to you and say, God's favor is going to be on you. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ Come on. ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്നു? Just tell them, God is going to എന്ന് reveal പറയാൻ പറ്റുമോ? himself to you. ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് വെളിപ്പെടാൻ God's പോകുന്നു. favor is going to be revealed on you. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ പോകുന്നു. God's favor is going to be revealed നിങ്ങൾക്ക് upon your പറയാമോ life. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ പോകുന്നു? God's favor is going to be revealed to you. നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? Can you believe it? അതുപോലെ സംഭവിക്കും. It will happen according നിങ്ങൾ to your എന്ത് faith. വിശ്വസിക്കും Whatever you believe, അതുപോലെ നടക്കും. that is what will happen. നിങ്ങൾക്ക് പലതും അസാധ്യമാണ്. Nothing is impossible to you. എന്റെ ദൈവത്തിന് അത് സാധ്യമാണ്. It is possible by my God. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നിങ്ങളെ പലരുമായി ദൈവം കണക്ട് ചെയ്യും. God will connect you with many people. ഞാൻ UK-യിൽ ഇരിക്കുമ്പോൾ വാൻകൂവറിൽ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ എന്നെ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചു. When I was in UK, I got an invitation to go to Vancouver in an English-speaking church for a program. ഉടനെ ഞാൻ ആദ്യം വരാമെന്ന് പറഞ്ഞു. So initially I said yes, I'll go. പിന്നെ എൻ്റെ മോനെ വിളിച്ചവൻ പറഞ്ഞു, പപ്പ 4 മണിക്കൂർ 4.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടുന്ന് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് ആ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. So then when my son told me how far Vancouver is from here, then I called back and cancelled it. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചു. When I came here, they called me again. കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു ഫേവർ വെളിപ്പെടാൻ പോവുകയാണ്. God told me there's going to be a favor in this. ഞാൻ ചിന്തിച്ചു, what type of favor? I was wondering what kind of favor can be here. Hallelujah. Hallelujah. പ്രാർത്ഥിക്കാൻ തുടങ്ങി. I started praying. എന്നാൽ ഈ പ്രാവശ്യം ഞാൻ അവിടെ ചെന്ന് So this time I went there to Vancouver. MLA മാർക്ക് പ്രാർത്ഥിച്ചു. I prayed for MLAs.
ആമേൻ പല പൊളിറ്റിക്കൽ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. I prayed for people in the political field. ആമേൻ പല വ്യക്തികളുമായിട്ട് ഒരുമിച്ചുള്ള ഡിന്നർ ഉണ്ടായിരുന്നു. I had a dinner with many of these figures. അവരാരും തന്നെ വിശ്വാസികളല്ല. None of them were believers. അവർ പലരും യേശുവിനെ സ്വീകരിച്ചു. Many of them received the Lord Jesus. ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തു. God did some new and unusual things in their lives. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ നടക്കുവാൻ ഇടയായിച്ചു. God demonstrated his power in that place. ചില ഇറ്റാലിയൻ ജൂയിഷ് ഫാമിലി രക്ഷിക്കപ്പെട്ടു. Some Italian and Jewish families got saved. അവർ ബാപ്റ്റിസം എടുക്കാൻ തീരുമാനിച്ചു. They took baptism. അവർ ഹോളി സ്പിരിറ്റിൽ നിറഞ്ഞു. They got filled in the Holy Spirit. ആമേൻ അവരിൽ വലിയ മാറ്റം സംഭവിച്ചു. There a great transformation happened with ഓ them. ഞാൻ അവിടെ ആ ഇറ്റാലിയൻ ജൂയിഷ് ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ When I spoke to the Italian Jewish family, അവർ എന്നോട് പറഞ്ഞു, they told me, പാസ്റ്റർ ഇസ്രായേലിൽ വരണം, യെരുശലേമിൽ വരണം. Pastor, you must come with us to Israel. ഞങ്ങളുടെ ഫാമിലീസ് എല്ലാം അവിടെ ഉണ്ട്. All our families are there. നമുക്ക് അവിടെ ഒരു മീറ്റിംഗ് വെക്കണം. Let's do a meeting in Israel. ഉടനെ എൻ്റെ ഈ പ്രൊജക്ട് ഈ മിലേക്കെല്ലാം കണ്ടിട്ട് പറഞ്ഞു, ഇസ്രായേലിൽ ഒന്ന് തുടങ്ങണം, ഞങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാക്കി തരാമെന്ന്. So when they saw my vision with Melech prayer towers, they said, why don't you come and also start a prayer tower in Israel and we will all support you there. Connections. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുമ്പോൾ, when God's favor is on you, നിങ്ങൾ കണക്ഷൻ തേടി പോകണ്ട, കണക്ഷൻ നിങ്ങളെ തേടി വരും. You don't have to go looking for connections, the connections will come to you. Hallelujah. Hallelujah. ഒരു ഇരുമ്പ് ഇവിടെ വെച്ചാൽ, If we keep ഒരു കാന്തം ഇവിടെ മാഗ്നറ്റ് ഇവിടെ വെച്ചാൽ, ഒരു ഇരുമ്പ് വെച്ചാൽ ഈ ഇരുമ്പ് ഇതെ ചാടി പിടിക്കും. So if there is a magnet there, and no matter where the iron is, it will get drawn and attracted to the magnet automatically. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, when you are filled with the Holy Spirit, നിങ്ങളെ പലരും ആകർഷിക്കും. many will be attracted to you. നിങ്ങളുമായി കണക്ട് ചെയ്യും. Many will be connected to you. വലിയ മാറ്റങ്ങൾ സംഭവിക്കും. Many transformations will take place. ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. Through God, great things are going to happen. Hallelujah. Hallelujah. ആ ലാസ്റ്റിൽ ഏറ്റവും പുറകിലിരിക്കുന്ന ആ ബ്രദർ ആമേൻ പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു. The Holy Spirit is telling you, നിന്നിൽ ഒരു വലിയ കോളിംഗ് ഉണ്ട്. there is a great call on your life. കർത്താവ് നിന്നെ ഭയങ്കരമായി ഉപയോഗിക്കാൻ പോകുകയാണ്. God is going to use you powerfully. നീ ഒരു പ്രവാചകനാകും. You will be a prophet. നീ വർഷിപ്പ് ചെയ്യും. You will worship. നീ അധികാരത്തോടെ ജനത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ജോഷുവയായി മാറും. His name is Joshua. You will be a person who will raise people up by the authority of God. You will be a Joshua that raises up a generation. നീ വളരെ ഫണ്ണിയായിട്ട് ചില പടങ്ങൾ വരച്ച് ചില കാര്യങ്ങൾ നീ പ്രൊജക്റ്റ് ചെയ്യും. You draw some pictures in a funny way and project some things. അത് മിനിസ്ട്രിയിൽ പ്രയോജനപ്പെടും. That will be useful in ministry. കർത്താവ് നിനക്ക് ബിബ്ലിക്കലായിട്ട് ഒരു ഡിഗ്രി തരും. Bible college la. God will give you a biblical degree. He is in the Bible അത് college. 2 ഡിഗ്രി നീ എടുക്കും. You will have 2 degrees. ദൈവം നിന്നെക്കുറിച്ച് ഒരു വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. God has a great plan about you. ആ പ്ലാനിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. God will bring you to that plan. ആമേൻ. 1.5 വർഷം ഒരു ടേണിംഗ് പോയിന്റ് ആണ്. Next 1.5 year. In 1.5 years, it's going to be a turning point in your life. അതിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോകുകയാണ്. God is taking you to that point. Hallelujah. Hallelujah. ഓരോ ഡിസംബർ കഴിയുമ്പോഴും അതൊരു ടേണിംഗ് ആയിരിക്കും. Every December will be a turning point for you. നിന്റെ ഈ ഒരു സമ്മർ കഴിഞ്ഞ് നീ ചിലതിൽ ജോയിൻ ചെയ്യുമ്പോൾ, When after this summer, when you're going to join some things, അതൊരു സ്പെഷ്യൽ ഇയറും സ്പെഷ്യൽ മൂവ്മെന്റുമായിരിക്കും. it will be a new year, a special year and a special movement. നീ നിന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന നിന്റെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുപോകാൻ പോകും. God, about what you yourself have been thinking about, God is going to bring you into a turning point of that life. Hallelujah. ആ മകനെ ബ്ലസ് ചെയ്യും. We bless this son. കർത്താവ് എന്നോട് ഓർപ്പിക്കുന്നു, ആമേൻ, ഒരു ദൈവം നിന്നെ ചില വ്യക്തികളുമായിട്ടെല്ലാം കണക്ട് ചെയ്യാൻ പോവുകയാണ്. God is going to connect you with some individuals. കർത്താവ് എന്നോട് ആൻഡ്രൂ എന്ന്
ഒരു പേര് കാണിക്കാണ്, ആൻഡ്രൂ. God is showing me a name, Andrew. ചില പുതിയ വ്യക്തികളെ ദൈവം നീയുമായി കണക്ട് ചെയ്യും. He will connect you with some new people. നിനക്ക് ചില സ്പിരിച്വൽ സൺ ജനിക്കും. There will be a spiritual son that you will have. ഹല്ലേലൂയ. ആത്മാവിൽ ഫില്ല് ചെയ്യുന്നവരായി ദൈവം നിന്നെ മാറ്റും. You will be a person who ആത്മാവിൽ ഫില്ല് ചെയ്യും. you'll be a person who will be filled in the Holy Spirit by the Lord. യേശുവിൻ നാമത്തിൽ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കും. I pray that in the name of Jesus you will be anointed. Hallelujah. Hallelujah. നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് ബ്ലെസ്ഡ് ആയി മാറും. Whatever we do for the kingdom of God will always be blessed. നിങ്ങൾ വിതയ്ക്കുന്ന സീഡ് അത് 100-ലധികം മേനിയായി വിളയും. The seeds that you sow will multiply over 100-fold. നിങ്ങൾ ഒരു മനുഷ്യനെ സ്നേഹിച്ചാ വിതയ്ക്കുന്നതെങ്കിൽ വിളവ് കിട്ടുകയില്ല. ദൈവ സ്നേഹം നിങ്ങളിൽ വരുമ്പോൾ, നിങ്ങൾ വിതയ്ക്കപ്പെടുമ്പോൾ അത് ബ്ലെസ്സിംഗ് ആയി മാറ്റപ്പെടും. If you sow seeds because of people or because you like someone, that doesn't bear much fruit. But when you sow a seed because of being aware of God and into the kingdom of God, then that will bear 100-fold seed. ആമേൻ. നിങ്ങളെ കണക്ട് ചെയ്യും. God will connect you with people. നിങ്ങൾ അട്രാക്റ്റീവായി മാറാൻ പോകും. You will turn very attractive. ടീച്ച് ചെയ്താൽ അട്രാക്റ്റീവ് ആയിരിക്കും. When you teach, it will be attractive. ആമേൻ. പാട്ട് പാടിയാൽ അട്രാക്റ്റീവ് When you ആയിരിക്കും. sing, you will be attractive. നിങ്ങൾ എന്ത് ചെയ്താലും അത് വളരെ അട്രാക്റ്റീവായി മാറും. Whatever you do, it will be attractive to people. നിങ്ങളുടെ എഡ്യൂക്കേഷൻ അല്ല, ഗോഡ്സ് പ്രസൻസ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. It's not your education, but when the presence of God comes upon you, it will be a big blessing on your life. ഹല്ലേലൂയ. Hallelujah. കർത്താവ് നമ്മെ അട്രാക്റ്റീവ് ആക്കി മാറ്റും. God will make you a very attractive person. പൊത്തിഫേറിന് ജോസഫിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. Potiphar loved Joseph very much. ഫറവോന് ഭയങ്കര ഇഷ്ടമായിരുന്നു. Even Pharaoh loved Joseph. കാരാഗൃഹത്തിൽ കിടക്കുന്നവനോട് എന്തോ ഇഷ്ടം വരാന്? Someone who is in prison, how do you love them? നിങ്ങൾ 100 കുറ്റമേ അവന്റെ പറയുകയുള്ളൂ. They will only find fault. They'll say that you are a sinner. അവന്റെ മേൽ കുറ്റങ്ങൾ ഉന്നയിക്കും. They will say that you've definitely done bad things. അവൻ അങ്ങനെ വരേണ്ടതായിരുന്നു. You should have been in prison. അവൻ കുറെ കിടക്കട്ടെ. Let him be there for a little more longer. He deserves it. ആമേൻ. എന്നാൽ നമുക്ക് നല്ലൊരു ഹൃദയം ഉണ്ടാകും. But when we need to have a good forgiving നിങ്ങൾ heart. കഷ്ടത്തിൽ കിടക്കുന്നവരെ പോയി കാണുകയും അവരെ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നവരായി മാറണം. You should be people who visit people and tell people who are in difficulty and in trials, go see them and then love them and change. ഹല്ലേലൂയ. Hallelujah. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ദൈവം ഉയർത്തുന്നതിനനുസരിച്ച് ഒരു ഹംബിൾനെസ് ഉണ്ടാകും. You need to have humility in your heart as a prerequisite before God exalts you. നമ്മൾ വലിയ വില ഉണ്ടാക്കിയെടുക്കാനുള്ള കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. ദൈവം തന്നിരിക്കുന്നതാ വിലയുള്ളത്. Yeah. We don't have to prove our worth and our value. God has already put worth and value in us. ആമേൻ. ഒരിക്കലും ഒരു സഹോദരൻ എന്നെ കാണാൻ ഫോണിൽ വിളിച്ചു. Once a brother called me on the phone. ഓഫീസിൽ ഇരിക്കുന്ന പെങ്കൊച്ചു പറഞ്ഞ ഭാഷ കാണാൻ പറ്റത്തില്ല, തിരക്കാന്ന് പറഞ്ഞു. So my assistant in the office said, no, you can't see pastor, he's very busy. ഞാൻ എൻ്റെ കസേരയിൽ അവിടെ ഞാൻ അത് കേട്ട് ഞാൻ പറഞ്ഞ ഫോണിൽ കൊണ്ടുവരാൻ പറഞ്ഞു. But I was sitting there and I heard her say that, so I said, no, bring the phone to me. അവനൊരു മാരക രോഗമായിട്ടിരിക്കുകയാണ്. Oh, he had an incurable disease. അവൻ മരിച്ചു പോകും. He was about to die. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. And I prayed for him. ഞാൻ സുവിശേഷം പറഞ്ഞു. I told him the gospel. അവൻ രക്ഷിക്കപ്പെട്ടു. He got saved. അവന്റെ രോഗം വിട്ടുപോയി. And he got healed of that disease. അവൻ സൗഖ്യമുള്ളവനായി. He became completely healed. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ബോംബെയിൽ അവന്റെ പാസ്റ്ററാണ്. Now he's working as a pastor in North India, in Mumbai. എന്നെ വിളിച്ച തിരക്ക് മറ്റുള്ളവരോട് സുവിശേഷം പറയാനാണ്. The call of God on my life is to preach the gospel to other people. എന്റെ സമ്പന്നതയ്ക്ക് വേണ്ടി മാത്രമല്ല. It's not just for my comfort and my welfare. എന്റെ കവറപ്പിന് വേണ്ടി മാത്രമല്ല. It's not just for my covering. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി മാറണം. We should be people who know how to love other people the same way that God loved us. കർത്താവിന്റെ ഫേവർ വരുന്നു. God's favor is going to come on you. കർത്താവ് നിങ്ങളെ കണക്ട് ചെയ്യാൻ പോകുന്നു. God is going to connect you to people.
അട്രാക്റ്റീവ് ആക്കി മാറ്റും. He's going to make you attractive. നിങ്ങൾ അട്രാക്റ്റീവായി മാറണമെങ്കിൽ നിങ്ങൾ ഒരു ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യപ്പെടണം. If you want people to be attracted to you, there must be a gift that operates in you. ഹല്ലേലൂയ. Hallelujah. ഞാൻ ചില വർഷം മുമ്പ് ഒരു ക്രൂസൈഡിന് പോയപ്പോൾ A few years ago, I was at a crusade. എൻ്റെ ചർച്ചിലെ സെക്രട്ടറി മരിച്ചുപോയി. My church secretary passed away. എനിക്ക് ആ വീട്ടിൽ തിരിച്ചു വന്നേ പറ്റുകയുള്ളൂ. I had to leave and go. ഞാൻ എൻ്റെ കൂടെ വന്ന ക്യാമറാമാനോട് പറഞ്ഞു, നീ ഇന്ന് പ്രസംഗിക്കണം. So I told the camera person who was taking care of who was filming the crusade, I told him, I have to go, you must preach today. അവൻ ഇങ്ങനെ വിറച്ചു. He was nervous and shaking. ഞാൻ പറഞ്ഞു, ഇന്നത്തെ പ്രസംഗം കഴിഞ്ഞാൽ നിന്റെ ക്യാമറ അനേകർ എടുക്കുന്നു. And I told him that today you preach, and after today many will be filming you. സംഘാടകർ പറഞ്ഞു, ഈ പയ്യനെ ഇവിടെ പ്രസംഗിപ്പിക്കാൻ പറ്റത്തില്ല, അവൻ ഞങ്ങൾ സ്റ്റേജ് കേട്ടത്തില്ലെന്ന് പറഞ്ഞു. The organizers, it's a big crusade, so the organizers said, no way, we are not going to let that boy come and preach, we are not going to allow this. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. And I told them, listen, tonight if that boy preaches, after he preaches, you guys are all going to call me. ഞാൻ അവനെ അവര് സമ്മതിച്ചു. ഞാൻ പോകുന്നതിന് മുമ്പ് കെട്ടിപ്പിടിച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. So finally the organizers agreed. Before I left, I hugged that young man who was my film person. I hugged him and prayed for him. അന്ന് റോഡിലൂടെ പോയ ഒരു പണിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു. That day while he was ministering, he called out the name of a person who was passing by the road outside. ആ മനുഷ്യൻ ആരാണെന്ന് അവിടെ ആർക്കും അറിയില്ല. No one knew who that man was. അങ്ങനെ മുഷിഞ്ഞ വസ്ത്രമാണ്. അയാളോട് ചോദിച്ചു, എന്താ പേര്? ഉടനെ അദ്ദേഹം ആ പേര് പറഞ്ഞു. ആ വേഷത്തിൽ സ്റ്റേജിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. ആ മീറ്റിംഗ് കഴിഞ്ഞത് രാത്രി മിഡ്നൈറ്റിലാണ്. ആ മീറ്റിംഗ് കഴിഞ്ഞത്. They called the guy forward and verified that was really his name. He was not wearing good clothes, he was a workman, but they called him up on stage and he testified and things went on, and that night the meeting finished only past midnight. അന്ന് മുതൽ പിന്നെ ഞാൻ എൻ്റെ ക്യാമറ പിടിപ്പിച്ചിട്ട് He never had to film me after that. അദ്ദേഹത്തെ എനിക്കുള്ള തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലെ പാസ്റ്ററായിട്ട് ഞാൻ കൈവച്ചു വിട്ടു. And so I appointed him as a pastor in one of my church plantings in Tiruvalla. അദ്ദേഹം ലോകം അറിയുന്ന വലിയൊരു സുവിശേഷകനാണ്. Today he is a famous, world famous preacher. നിങ്ങളെ ദൈവം നിങ്ങളുടെ ലെവലുകൾ മാറ്റാൻ പോവുകയാണ്. God's going to change the levels where you move. എന്തൊക്കെയോ ഈ സഭയിൽ നടക്കാൻ പോകുന്നു കേട്ടോ. There's a lot of things that are going to happen in this place, in this congregation. നിങ്ങളുടെ ജനറേഷന്റെ മേലുള്ള ബ്ലെസ്സിംഗ് വരാൻ പോകും. There's going to be a generational blessing upon you guys. കർത്താവ് വലിയ അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. God is going to do some miracles for us. എനിക്ക് പറയാനുള്ളത്, ദൈവത്തിന്റെ വലിയൊരു ഫേവർ നിങ്ങൾക്കുണ്ടാകാൻ പോകും. I want to proclaim to you and tell you that there is going to be a favor of God upon you. നിങ്ങൾ പാടിയാലും മ്യൂസിക് വായിച്ചാലും എല്ലാം ദൈവത്തിന്റെ ഫേവർ ഉണ്ടാകും. Whether you're singing or playing instruments or whatever you're doing, God's favor will be upon you. ഈ ദൈവദാസനെ ഇവിടെ ഗിറ്റാർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. I loved when this servant of God was playing the guitar and leading here. I loved it. അദ്ദേഹത്തിന്റെ ആ വോയിസിനകത്ത് ഒരു പ്രസൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. I felt that there is a presence of God within that voice. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടാൻ പോവാ. Amen. There's going to be the favor of God in your family. ജനറേഷന്റെ മേൽ വെളിപ്പെടും. There will be a revelation of the favor of God on your children. ഇതുവരെ വെളിപ്പെടാത്ത ലോസായി എന്ന് ചിന്തിക്കുന്നതിൽ ദൈവം ഫേവർ വെളിപ്പെടുത്തുകയും ചിലത് റിട്ടേൺ ചെയ്യാൻ പോകുകയാണ്. Hallelujah. Some things that appear to have been lost this far in your life, God is going to turn it around, put the favor of God upon it and change it. നീ മനസ്സിൽ ചിന്തിക്കുന്നു നഷ്ടപ്പെട്ടു എന്ന്. You are thinking in your heart that thing is over, it's gone, I've റോങ് lost. കണക്ഷനിൽ ചിലത് പോയെങ്കിലും Even if some things have gone in wrong connections, ദൈവം റൈറ്റ് കണക്ഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. God will restore it into the right connection. ഇത് ദൈവത്തിന്റെ ഒരു ടൈമിൽ നീ വന്നിരിക്കുകയാണ്. You have arrived at the timing of God. ആമേൻ. ബ്രദർ ഡേവിഡ്, നീ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ചില മിറക്കിൾസ് നീ കാണാൻ പോകുന്നു. Brother David, God is saying, if you weep and pray before the Lord, you will experience some ഈ miracles. ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ kneel down and cry down. അവിടെ ദൈവത്തിന്റെ വലിയ വോയിസ് നീ കേൾക്കാൻ പോകുകയാണ്.
these days, if you go on your knees and cry out to God, God, you are going to hear the voice of God. Hallelujah. ഇന്ന് പകൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. This morning I'm going to pray for you all. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. Would you please rise to your feet? ആമേൻ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുന്നോട്ട് എല്ലാവരും ഓടി വരാം. If you can and you're able to, come forward for prayer. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm going to pray for you. തലമുറയില്ലാത്തവർക്ക് ദൈവം തലമുറയെ തരാൻ പോകും. If there are people who don't have children and are praying for children, God is going to give you children. Connections ദൈവം ഒരുക്കാൻ പോകും. God is preparing some connections for you. എന്തോ ചില miracles കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. God is going to do some unusual miracles. എല്ലാവരും മുമ്പോട്ട് വന്നാട്ടെ. Everybody come forward. എല്ലാവരും താല്പര്യമുള്ള എല്ലാവരും മുമ്പോട്ട് വരാം. Just move forward so Not that others force. താല്പര്യമുള്ളവർക്ക് മാത്രം മുമ്പോട്ട് വരാം. Yeah, just those who want the favor of God. ഞാൻ നിങ്ങൾക്ക് just വേണ്ടി come forward. പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. God is going to do some miracles in your life. നിങ്ങളുടെ സങ്കടങ്ങൾ യേശു എടുത്തു കളയാൻ പോവുകയാണ്. God is going to remove your sorrows. നീ ചില സോറോസിലൂടെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. You're going through some sorrows in your life. എന്നാൽ കർത്താവ് അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നു. God is going to change that. നീ ആരോടും തുറന്നു പറയാത്ത ചില പെയിൻഫുൾ സിറ്റുവേഷൻ കർത്താവിനെ കാണിക്കുന്നു. God is showing me some painful situations that you're not able to share with anybody. എനിക്ക് തുറന്നു പറയണമെന്നുണ്ട്, ഞാനത് പറയുന്നില്ല. പക്ഷേ കർത്താവിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. I cannot openly say it now in public, but he says God's hand is upon your life. Yes, നിന്റെ മുൻപിൽ ഒരു സീസൺ കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു. God is going to reveal a new season in your life. ചില വർഷങ്ങളായി മാസങ്ങളായി നീ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. You have been struggling in the last several months, in fact എന്നാൽ years. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതത്തിന്റെ കരം നീട്ടിക്കഴിഞ്ഞിരിക്കും. God has already extended his arm of miracle ഇന്നത്തെ over you. മെസ്സേജ് ദൈവം നിനക്ക് വേണ്ടി തന്നിരിക്കുന്നു. Today's message is for you. നിന്റെ sorrows will be removed. എല്ലാ സോറോസും കർത്താവ് മാറ്റാൻ പോകുകയാണ്. All your sorrows will be removed by the Lord. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുന്നു. The Lord's hand is going to descend upon your life. Yes, കർത്താവ് ചില വലിയ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോകുന്നു. God is going to send some great works in your midst. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. The Holy Spirit is reminding you. നിന്റെ ജീവിതത്തിൽ ദൈവം ചില മാറ്റങ്ങൾ കൽപ്പിക്കാൻ പോകുന്നു. God is going to bring some changes in your life. നിന്റെ ഏകാന്തതയുടെ മണ്ഡലങ്ങളെ ദൈവം ബ്ലെസ്സിംഗ് ആക്കി മാറ്റും. Your areas of loneliness, God is going to change into a blessing. എന്ന് തുടങ്ങുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുകയാണ്. God is showing me a name starting with N. അവരുടെ പേര് നിഷാന. ആമേൻ. കർത്താവ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്നു. God is going to turn around your life, Nisha. നിഷ എന്നുള്ള ആ ഗ്ലൂമി ആയിട്ടുള്ള അനുഭവം കർത്താവ് മാറ്റാൻ പോവുകയാണ്. Nisha, God is going to change the gloominess in your life. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. I bless you in the name of Jesus. കർത്താവ് നിന്റെ ജീവിതത്തിൽ രണ്ട് മിറക്കിൾ ചെയ്യാൻ പോകുകയാണ്. God is going to do 2 miracles in your life. Yes, യേശുവിന്റെ നാമത്തിൽ ഇവൾ ബ്ലെസ്ഡ് ആകട്ടെ. Let her be blessed in the name of Oh, Jesus. touch in the name of Jesus. Be touched in the name അങ്ങയുടെ of കരം Jesus. ഇവളെ തൊടുമാറാകണമേ. Extend your hand over her, Lord. നിന്റെ ലൈഫിൽ ഒരു എക്സ്റ്റൻഷൻ കർത്താവ് തരാൻ പോകുന്നു. God is giving you an extension in your life. ചില എക്സ്റ്റൻഷൻ കർത്താവ് തരാൻ പോകുകയാണ്. God is giving you some extensions in your കർത്താവ് ചില life. എക്സ്റ്റൻഷൻ തരാൻ പോകുന്നു. God is going to extend some things in your life. കർത്താവ് നിന്നോട് ഓർപ്പിക്കുന്നു സിസ്റ്റർ, പരിശുദ്ധാത്മാവ് നിന്നോട് The ഓർപ്പിക്കുന്നു. Holy Spirit is reminding you നിന്റെ ജീവിതത്തിന്മേൽ in your life. ഒരു വഴി തുറക്കാൻ പോകുന്നു. He's going to open a way. ഒരു റിങ് ദൈവനെ കാണിക്കുകയാണ്. God is showing me a ring ഈ ദിവസങ്ങളിൽ in these days. ദൈവത്തിന്റെ ചില മൂവ്മെന്റ് സംഭവിച്ചിരിക്കുന്നു. There's some movements of God in your life. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നു. He has stretched his hand for you. നിനക്കൊരു വലിയ മിനിസ്ട്രി കർത്താവ് തരികയാണ്. God is giving you a great ministry. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി എഴുന്നേറ്റിരിക്കുന്നു. God has raised his hand on your behalf. നീ ഒരു ബ്ലെസ്ഡ് ഡോട്ടർ ആയിരിക്കും. You will be a blessed daughter. നീ ഒരു ബ്ലെസ്ഡ് ഡോട്ടർ ആയിരിക്കും. You will be a blessed daughter. നീ ടിവിക്കകത്ത് ദൈവം നിനക്ക് ചില പ്രൊമോഷണൽ മേഖലകൾ തരാൻ പോകും. God is going to give you promotion into the realm of TV. നിന്റെ പേരിന്റെ അറ്റത്തെ നെയിം ദൈവം ചേഞ്ച് ചെയ്യാൻ പോകും. God is going to change your last name. ന്യൂ നെയിം കണക്ട് ചെയ്യും. He's connecting you to a new name. കർത്താവ് നിനക്ക് വേണ്ടി സീസണായി ചില കാര്യങ്ങൾ ഒരുക്കുന്നു. God is preparing some seasonal things in your life. 120 ഡേയ്സിനുള്ളിൽ
ചില ദൈവപ്രവൃത്തിയുണ്ട്, നീ നിന്റെ ഭാഗത്ത് ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. Within 120 days there's going to be some changes and you will have to make some preparations for that. ആമേൻ. നിനക്ക് നിന്റെ നെയിമിൽ ഒരു ഫേമസ് ഫ്രാഗ്രൻസ് ഉണ്ട്. ആ ബ്ലസ്സി എന്നുള്ള ആ നെയിംസിൽ ഒരു ഫ്രാഗ്രൻസ് ദൈവം നിനക്ക് വേണ്ടി നൽകി തരും. There is a fragrance that is connected to your name, and the name Blessy will be new fragrance. There will be a new fragrance added to the name Blessy. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. Let it happen in the name of Jesus. ഇപ്പോൾ ഈ മുമ്പോട്ട് വന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. Lord, I pray for every person who has come നിങ്ങളുടെ forward. ജീവിതത്തിൽ ദൈവം ചില മാറ്റങ്ങൾ കൽപ്പിക്കാൻ പോകും. God is going to bring some changes in your life. ഹല്ലേലൂയ. Hallelujah. റോബോല ദൽഖാനബ പ്രിയദർശിനി മൽക്കാർ രഗദന പ്രവാദനായ പ്രിയദർശിനി മർഖുഡോ രഗദന. ഇന്ന് പകൽ ആ പേരുള്ള കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ആരംഭിക്കുകയാണ്. This morning that name Priyadarshini, the family connected to that name, God is going to do some great things. ഇതാ കർത്താവിന്റെ മഹിമ വെളിപ്പെടാൻ പോകുന്നു. God's glory is going to be revealed in that family. കർത്താവിനോട് ഒരു റേച്ചലിന്റെ ഫാമിലിയിൽ ദൈവത്തിന്റെ മഹിമ വെളിപ്പെടാൻ പോകുന്നു. God saying that in Rachel's family there's going to be the glory of the Lord revealed. Hallelujah. ചിലരെ ദൈവം ചില സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, അവരെ അസാധാരണമായ നിലയിൽ ഒരു മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണ്. If there are people here who have recently moved from one place to the other or made some changes like that, the Holy Spirit is saying that is shifting you to a new place in the Holy Spirit. ആദ്യം നിങ്ങളുടെ താമസത്തിൽ ഷിഫ്റ്റിംഗ് വരുത്തും, പിന്നെ മിനിസ്ട്രിയിൽ ഷിഫ്റ്റിംഗ് വരുത്തും. First there will be a shift in your location where you live, and then there will be a shift in your ministry. ഇന്ന് പകൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. This morning God is going to bless you. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ മാറ്റങ്ങൾ കൽപ്പിക്കാൻ പോകുന്നു. God is going to bring some changes in your life. ഇതാ കർത്താവ് ചില പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. God is going to do some new things in your life. പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, the Holy Spirit is reminding you. ഇതുവരെ നിങ്ങൾ പോയിട്ടില്ലാത്ത ചില പുതിയ വഴികളിൽ കർത്താവ് നിങ്ങളെ അയക്കാൻ പോകുകയാണ്. God is going to send you in some ways that you have not traveled before. നിങ്ങൾ പോകുന്ന വഴികളിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആയി മാറും. You will be blessed in every path that you go. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങും. The glory of God will descend on your behalf. Yes, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. And let me pray for you. ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്നു. God's favor will be revealed to you. ദൈവത്തിന്റെ ഫേവർ ആ മകളോട് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ ഫേവർ. യെസ്, പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, ദൈവത്തിന്റെ ഫേവർ നിനക്ക് വെളിപ്പെടാൻ പോകുന്നു. The Holy Spirit says the favor of God will be revealed to you. നിന്റെ കുടുംബം, your family, നിന്റെ മാതാവ്, your mother ചില പെയിൻഫുൾ അവസ്ഥയിൽ കടന്നുപോയി. Your mother has gone through some painful situations. നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളെന്ന് ചിന്തിക്കരുത്. Don't ever think that you are alone. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. The Lord is with you guys. നിങ്ങളെ സ്നേഹിച്ചവരെ നിങ്ങളെ വിട്ടുപോകും. People who have loved you have left you. കർത്താവ് നിങ്ങളെ വിടുകയില്ല. But God says he will not leave you guys. നിങ്ങളോട് ഉടമ്പടി ചെയ്തവര് മാറിപ്പോയി. Those that betrayed you have left. നിന്റെ അപ്പൻ നിന്റെ പിതാവായിരിക്കും. Your father will be your God. ആ കർത്താവ് നിന്നെ സഹായിക്കും. That God will save നിന്റെ പഠനത്തിൽ, in your studies, നിന്റെ ജീവിത പാന്താവിൽ, in your life, നിന്റെ വർഷിപ്പിൽ, your worship, എല്ലാം കർത്താവ് സഹായിക്കും. everything God will help. നിങ്ങൾക്കിപ്പോൾ ഒന്നുമില്ല. Right now it's like you have nothing. പക്ഷേ എല്ലാം ഉണ്ട്. But you have everything actually. കർത്താവ് എല്ലാം തരും. God will give you everything. നീ വിശ്വസ്തതയോടെ നിന്നോണം. You stand firm by faith. നിന്നെ ദൈവമായി ഇവിടെ കൊണ്ടുവന്നു. God brought you here. ആരെല്ലാം പോയാലും, no matter who has left you, നീ മാറിപ്പോകരുത്. don't change and don't falter. നിന്റെ തലമുറയ്ക്ക്, for your generation, ഈ ആരാധനയിലൂടെ ഒരു വിടുതലുണ്ട്. through this worship in this house there is a blessing deliverance. There is a blessing. നീ പ്രാർത്ഥിച്ചുകൊള്ളുക. You pray. നിന്റെ കുടുംബത്തിനകത്ത് within your family, ആർ എന്ന് തുടങ്ങുന്ന ഒരു പേര്, there is a name starting with R. ആമേൻ. ചില വ്യക്തികളിൽ ദൈവത്തിന്റെ വലിയ വിടുതലുണ്ടാകും. In that person there's going to be great deliverance. ചിലത് പാട്ടെഴുതും. They will write songs. ദൈവം മാറ്റങ്ങൾ വരുത്തും. God will bring changes. ഇവിടെ ജീവിതത്തെ
നന്നായി പ്രൊട്ടക്ട് ചെയ്ത് വളർത്തണം. You pray for protection over her life. ഇവളെ തകർക്കാൻ ശത്രു നോക്കും. The Lord will try to make her weary and discouraged. നിനക്ക് പറ്റിയതുപോലെ Just like what happened to you. ഇവളെ തകർക്കാൻ ശത്രു നോക്കും. The enemy is going to trip her up. ഇനി അത് വരികയില്ല. But it will not happen. ദൈവത്തിന്റെ ഫേവർ. Because God's favor. ഇന്ന് നിന്നോടാ സംസാരിച്ചത്. God is speaking to you today. നീ ഒരു തകർന്ന സ്ത്രീയല്ലേ? You have been a weary woman. നീ ഒരുപാട് ഭയത്തിൽ പോയില്ലേ? You have gone through many fears. ആമേൻ. നിന്റെ ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടു. In your life, confidence has been destroyed. എന്നാൽ കർത്താവ് കൂടെയുണ്ട്. But God says He is with you. കർത്താവിന്റെ കരം God's hand ഈ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നു. will bless this family. യേശുവിൻ നാമത്തിൽ In the name of Jesus, അനുഗ്രഹിക്കുന്നു. I bless them. അങ്ങയുടെ കരം നീട്ടണമേ. Extend your hand, Lord. ബ്ലസ് ചെയ്യുന്നു. I bless them. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. In the name of Jesus, I bless them. റാബാന സഖാലബ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. We pray for you. എല്ലാവരും കരം ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചാൽ. Raise your hands if you can. എല്ലാവരും കരം ഉയർത്തിയാട്ടെ. Hallelujah. Start praying to the Lord. Start praying. Hallelujah. Kurabasharaba. മോളിഞ്ഞ് വന്നാട്ടെ. Yeah. യെസ് ബാക്ക്. Huh? യെസ് കൈ ഉയർത്തിക്കുന്നത്. You with your hand raised. യെസ്. Come forward. Come forward. Hallelujah. Kurabashiki. Rubusu Kuriandarabashiki. Come close, darling. Right here. കർത്താവേ കുഞ്ഞിനെ അടിയൻ ബ്ലസ് ചെയ്യുന്നു. Lord, I bless this daughter. ഇവിടെ ഫാമിലിയിൽ ശത്രു ചിലരെ തകർക്കാൻ നിന്നതുപോലെ In her family, the enemy tried to oppose some people. ഇവളെ പിശാച് തുടരുത്. The Lord should not touch. The enemy should not touch her. യേശുവിന്റെ നാമത്തിൽ മുദ്രയാണ്. There is a seal of God. I seal you with the name of God. ഓട്ടോവായുമായി ബന്ധപ്പെട്ട There's some connected to Arawa. ചില വ്യക്തികൾ Some person. പ്രാർത്ഥിക്കണം. വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Pray for some people that are in Arawa. ദൈവം നിനക്ക് വേണ്ടി മിറക്കിൾ ചെയ്തിരിക്കുന്നു. God will do that miracle for you. ദൈവം ഇമ്മാനുവേലായി കൂടെയുണ്ട്. Emmanuel, God is with you. നീ ഉണർന്ന് പ്രാർത്ഥിക്കൂ. Rise up and pray. ഇന്ന് മുതൽ നിന്റെ ദൈവത്തിന്റെ ഫേവർ നീ കാണാൻ പോകുകയാണ്. Right from today, you're going to see the favor of God. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യാൻ. In the name of Jesus, I bless you. ഒരു വലിയ മിനിസ്ട്രിയിലേക്ക് ദൈവം കൊണ്ടുപോകാൻ പോകുകയാണ്. God is going to bring a great ministry. അനേകരെ സ്പിരിച്വൽ സണ്ണും ഡോട്ടേഴ്സും ആക്കുക മാത്രമല്ല, റിവൈവലിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നതും അനേകരെ ആത്മീക തലത്തിൽ ഉയർത്തുന്നതുമായ മേഖലയിൽ ദൈവം നിന്നെ കൊണ്ടുവരും. ചില പുതിയ ചാപ്റ്റർ ഓപ്പൺ ചെയ്യുന്നു. Amen. പുതിയ ബുക്കുകൾ റിലീസ് ചെയ്യുന്നു. Amen. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ദൈവത്തിൻ്റെ കരം സ്പർശിക്കപ്പെടും. ഒന്നിലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ചിലതിൻ്റെ മേൽ ഞാൻ ചില ദൈവ പ്രവൃത്തി അയക്കാൻ പോകുന്നു. റാംധാന ബ്ലസ് ചെയ്യുന്നു. നിന്റെ ടീച്ചിങ്ങിൽ ഉണർവ് സംഭവിക്കും. നിന്റെ ജോലി സ്ഥലത്ത് ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകും. At your workplace, God is going to do something. ചില ചാരിറ്റി മേഖലയിൽ ദൈവം ഹോണർ ചെയ്യാൻ പോകും. God is going to honor you in this ദൈവത്തിന്റെ അത്ഭുത വഴികൾ നടക്കാൻ പോകുന്നു. God's miracles are going to happen. ഈ ദിവസങ്ങളിൽ In these days, നീ ദൈവസന്നിധിയിൽ നെടുമ്പാട് കരയുക. you should cry out in the presence of യഹോവയുടെ God. പ്രവൃത്തി നടക്കാൻ പോകുന്നു. God's Miracles ഉണ്ടാകാൻ പോകുന്നു. Miracles are going to happen. യേശുവിൻ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. In the name of Jesus, I bless you. ദൈവം നിന്നെ ഹോണർ ചെയ്തു. God is going to honor you. ദൈവം നിന്നെ നല്ല പൊസിഷനിൽ എത്തിച്ചു. God has raised you up to a good position. ഇനിയും വലിയ പൊസിഷനിൽ ദൈവം എത്തിക്കും. But God is going to take you higher still ഇനിയും further. മാനിക്കും. He's going to honor you more. കണക്ഷൻസ് ദൈവം തരും. God will bring connections. യേശുവിൻ നാമത്തിൽ അനോയിന്റ് ചെയ്യുന്നു. In the name of Jesus, I കർത്താവേ, anoint ഈ you. മുമ്പോട്ട് വന്ന ജനത്തെ അടിയൻ ബ്ലസ് ചെയ്യുന്നു. Lord, I bless every person who stepped forward. യേശുവിന്റെ കരം നീട്ടണമേ. Extend the hand of Jesus. Anoint ചെയ്യുന്നു. I anoint them. അത്ഭുതം നടക്കട്ടെ. Let miracles happen. വിടുതൽ സംഭവിക്കട്ടെ. Let deliverances happen. യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം മാറട്ടെ. Let every sick person be healed. എല്ലാ ഹിൻഡ്രൻസസും മാറട്ടെ. Let the hindrances be removed.
എല്ലാ പ്രോബ്ലംസും മാറിപ്പോകട്ടെ. Let their problems be removed. തലമുറ ജനിക്കാത്തവർക്ക് ജനിക്കട്ടെ. Those that have no children, let children be born to their ഓ families. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. God is with you. നിങ്ങളിൽ ഒരു വലിയ മിനിസ്ട്രി കർത്താവ് ആരംഭിക്കുകയാണ്. God is starting a big ministry in your life. ആമേൻ. മിനിസ്ട്രിയിൽ ദൈവം നിങ്ങളെ ഹോണർ ചെയ്യാൻ പോകും. And he's going to honor you in that ministry. നിങ്ങളുടെ കണക്ഷൻസ് ദൈവം വർദ്ധിപ്പിക്കും. God is going to establish some connections in your life. കർത്താവ് ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ പോകും. God is going to take you into that realm. ബ്രദർ പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു. Brother, the Holy Spirit is reminding you. നിന്നിൽ ഒരു വലിയ മിനിസ്ട്രി ഉണ്ട്. Amen. There's a great കർത്താവിനെ ministry in you. കാലിഫോർണിയയുമായി റിലേറ്റഡ് ആയി ആമേൻ റെഡ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം, ആമേൻ, ഓറഞ്ച് കൗണ്ടി, ചില ഇടങ്ങളിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തിക്ക് വേണ്ടി ദൈവം വിടാൻ പോകുന്നു. God is going to take you, bring some connections from California for you, and also in Orange County he's going to take you for ministry. അടുത്ത 7 മാസത്തിനകം ചില വലിയ പ്രവൃത്തികൾ ദൈവം കർത്താവ് നിന്നിൽ ചെയ്യാൻ പോകുന്നു. Within this next 7 months, God is going to do some great work in ഇത് your life. കർത്താവിന്റെ ഒരു വഴി നിന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. God is opening a door, a way എന്നാൽ before നിന്റെ you. ഫാമിലിയെ നീ പ്രൊട്ടക്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. Pray for protection for your family. ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോകുന്നു. God's miracles are going to happen. കർത്താവേ, ഈ ജനത്തെ അടിയൻ അനോയിന്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Lord, I anoint these people and pray for അങ്ങയുടെ them. വലിയ പ്രവൃത്തിക്കായി നന്ദി. Thank you for the works. അത്ഭുതത്തിനായി നന്ദി. Thank you for the miracles. യേശുവിൻ നാമത്തിൽ തന്നെ. In the name of Jesus I pray. ഹല്ലേലൂയ. Hallelujah. അവിടെ മെലേക്കിൽ Amen. ഒരു വലിയ 24 hours നമുക്ക് അവിടെ ഒരു പ്രയർ ടവർ നടന്നുകൊണ്ടിരിക്കുകയാണ്. There is a Melek prayer tower back home where 24/7 prayer goes on. ഏതാണ്ട് 380 പേര് ഒരു ദിവസം ഔട്ടിലും അകത്ത് 20 പീപ്പിൾ ഒരുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. There's about 380 people outside and about 20 people inside that pray 24/7. അവിടെ നമുക്ക് വണ്ടികൾ അകത്തോട്ട് വരികയില്ല. അതുകൊണ്ട് വളരെ പ്രയാസമാണ്. ഫയർ ആൻഡ് സേഫ്റ്റിയുടെ പെർമിഷൻ കിട്ടുകയില്ല. അതുകൊണ്ട് നമുക്കൊരു ബ്രിഡ്ജ് അവിടെ ആവശ്യമാണ്. I'm praying and believing to build a bridge because we are not able to get the permit to bring people there. So we are praying and believing for finance to build the bridge and for permit to do it. നിങ്ങൾ ആ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. And I pray that the Lord will speak to your heart about these situations. വേൾഡ് വൈഡ് ആയിട്ട് അനേകരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. It's a place where we train people worldwide. വളരെ സാധുക്കളായ സുവിശേഷകരെ അവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത് നോർത്ത് ഇന്ത്യക്ക് സെൻഡ് ചെയ്യുന്നു. We raise up many poor missionaries and send them to the northern part of India, which is 180 widows-നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ മാസവും. We support 180 widows every month. പേരൻസ് ഇല്ലാതെ അബ്യൂസ് ചെയ്യപ്പെട്ട 25 കുഞ്ഞുങ്ങളെ അവിടെ എടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നു. And there are 25 abused people with the children without parents. അവരെല്ലാവരും We raise ഹിന്ദുക്കളും മുസ്ലിങ്ങളുമാണ്. And they are Hindus and Muslims and all faiths. എന്നാൽ നിങ്ങൾ ഈ ബ്രിഡ്ജിനെ കുറിച്ച് പ്രിയ പാസ്റ്റർ ഷീല സംസാരിക്കും. അവിടെ ഹട്ടുകൾ പണിയുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഹട്ട് പണിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. എന്താണെന്നുള്ളതിനെ കുറിച്ച് കർത്താവിൻ്റെ ദാസൻ നിങ്ങളോട് സംസാരിക്കും. Pastor Sheila will tell you more about this, but keep us in prayer and we can stay connected more.